കമാൻഡ് റോഡ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് കമാൻഡ് റോഡ് എന്ന് പറയുന്നത്. ഇത് ഇഴഞ്ഞിഴഞ്ഞാണ് വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ ഞാൻ ഈ വണ്ടിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വണ്ടി ഇഴഞ്ഞിഴഞ്ഞ് നമ്മുടെ ഗുഡ്സ് ട്രെയിൻ എങ്ങനെയാണ് പോകുന്നത്, ഗുഡ്സ് ട്രെയിൻ പലയിടത്തും പിടിച്ചിട്ടല്ലേ പോകുന്നത്. കമാൻഡ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് നിന്ന് ഒരു പാടത്തിൻ്റെ സൈഡിൽ പിടിച്ചിട്ടേക്കാണ്. അങ്ങനെ ഈ വണ്ടി പിടിച്ചിട്ട് കുറേ നേരം കൊണ്ട് വണ്ടി ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇഴഞ്ഞ്. പല ആൾക്കാരുടെയും ഹിസാർ എക്സ്പ്രസിൻ്റെ വീഡിയോയിൽ ഈ വണ്ടി പോകുന്ന പോക്കെന്ന് പറയുന്നത് നല്ല സ്പീഡിലാണ്, നല്ല കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ആയിരുന്നു. ആ പല വീഡിയോകളിലും അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ ന്യൂദില്ലി ഇറങ്ങിയിട്ട് ബസ്സിൽ പോകേണ്ട കേസേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ എങ്ങനെയാണ് ഇതിൻ്റെ ടൈമിങ്, നല്ല വണ്ടിയാണെന്നൊക്കെ രീതിയിലാണ് ഞാൻ ഈ വണ്ടിയിൽ ചാടിപ്പിടിച്ച് കയറിയത്. പക്ഷേ നമുക്ക് പണി കിട്ടി കേസ്. കൊങ്കൺ റെയിൽവേയിൽ തന്നെ പണി കിട്ടി. 4-5 വട്ടം വണ്ടി പിടിച്ചിട്ട് വസായി റോഡ് എത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ വസായി റോഡിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയും വണ്ടി പിടിച്ചിടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ കുറച്ച് നേരം ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഹിസാർ സൂപ്പർ ഫാസ്റ്റ്, കോയമ്പത്തൂർ ഹിസാർ സൂപ്പർ ഫാസ്റ്റ് AC എക്സ്പ്രസിൻ്റെ ദയനീയാവസ്ഥ ഞാൻ നിങ്ങളെ ഒന്ന് വിവരിച്ചതാണ്. കണ്ടില്ലേ, ഈ ഒരു ഗുഡ്സ് ട്രെയിൻ പോകാൻ വേണ്ടി പിടിച്ചിട്ടേക്കാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനി ഇവിടെ ഒരു 15-20 മിനിറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വണ്ടി എത്തിയിരിക്കുന്നത് വാപ്പിയിലാണ് എത്തിയിരിക്കുന്നത്. ഗുജറാത്തിലെ വാപ്പി റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കുള്ള സ്റ്റേഷനാണ്. നമുക്കിനിയിപ്പോൾ നൈറ്റാണ് ഇനിയിപ്പോൾ ഉള്ള വീഡിയോസൊക്കെ വരാൻ പോകുന്നത്. കാരണം ചിലപ്പോൾ ഞാൻ നൈറ്റ് വീഡിയോ എടുക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഡോറിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് മൊബൈലും നമ്മുടെ ക്യാമറ ഒക്കെ തട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ചില ടീംസൊക്കെ ഉണ്ട്. കയ്യിൽ വടികൊണ്ട് അടിച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നൈറ്റ് വീഡിയോ ഡോറിൻ്റെ അവിടെ നിന്ന് മാക്സിമം ഒഴിവാക്കുകയാണ്. അങ്ങനെ വാപ്പി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് വൽസാദ് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വൽസാദ് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിയിട്ടില്ല. അതിന് മുന്നേ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെയും പിടിച്ചിട്ടേക്കാണ്. വൽസാദ് റെയിൽവേ സ്റ്റേഷൻ ഗുജറാത്തിലെ ഈ വൽസാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ലേറ്റായി. 8 മണി സമയമായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വൽസാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവുകയാണ്. അപ്പം ഞാനിത് പറയുന്നത് 4 മണിക്കൂർ ലേറ്റിലോട്ട് വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു നൈറ്റൊക്കെ ചിലപ്പോൾ ഓടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നില്ല. കാരണം ഇവിടെയും വൽസാദ് റെയിൽവേ സ്റ്റേഷനിലും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഇവിടുന്ന് എടുത്തത്. വൽസാദ് കഴിഞ്ഞാൽ അടുത്ത റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് സൂററ്റ് റെയിൽവേ സ്റ്റേഷനാണ് അടുത്തത്. നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് സൂററ്റ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നൊരു വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പില്ല. സൂററ്റിൽ കൊച്ചുകളിൽ നിന്ന് വരുന്നൊരു വണ്ടിക്ക്, അത് ഏത് വണ്ടിയാണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല, ഒരു വണ്ടിക്ക് സ്റ്റോപ്പില്ല. അപ്പോൾ നമ്മൾ സൂററ്റ് റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തേക്കാണ്. നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഗുജറാത്തിലെ സൂററ്റ് എന്ന് പറയുന്നൊരു റെയിൽവേ സ്റ്റേഷൻ. നല്ല ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് സൂററ്റ് എന്ന് പറയുന്നത്. അതുപോലെ രാജസ്ഥാനൊക്കെ നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്. നിങ്ങൾക്ക് ഗുജറാത്ത്, രാജസ്ഥാനൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സൂററ്റൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സൂററ്റിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നല്ല ഉറക്കമായിരുന്നു. ഉറക്കമെല്ലാം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഏതോ ഒരു സ്റ്റേഷൻ എത്തി. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ നല്ല ചായയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ എനിക്കൊരു പേടി, ചായ മേടിക്കാൻ വെളിയിറങ്ങുമ്പോൾ വണ്ടി പോയി കഴിഞ്ഞാൽ എൻ്റെ ലഗേജും എല്ലാം വണ്ടിക്കകത്താവും, ഞാനിവിടെ ഇറങ്ങി നിൽക്കേണ്ടിയും വരും. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് അബു റോഡ് എന്ന് പറയും. അബു റോഡ്. ഇത് രാജസ്ഥാനാണ്. നമ്മൾ രാജസ്ഥാൻ കയറിയിരിക്കുകയാണ്. ഗുജറാത്ത് കഴിഞ്ഞ് രാജസ്ഥാനിൽ കയറിയിരിക്കുകയാണ്. അബു റോഡ് റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയായിരുന്നു ഈ അബു റോഡിൽ.
അപ്പം അബു റോഡിൽ നിന്ന് വണ്ടി എടുത്തേക്കാണ്. കാരണം നല്ല നൈസായിട്ടുള്ള തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ഓവർകോട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്കങ്ങ് പീക്ക് ലെവലിലൊന്നും അല്ല, അത് കുറഞ്ഞ് ആ വലിയ ലെവലിൽ നിന്ന് തണുപ്പ് കുറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒരു ടീഷർട്ടൊക്കെ ഇട്ടാൻ പറ്റുന്ന രീതിയിൽ ഉള്ള തണുപ്പൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ രാവിലെയാണ്, ഏകദേശം ഒരു 5 മണിയായി കാണും സമയം. അപ്പം ഇവിടെ എത്തിയപ്പോൾ നല്ല ചായയൊക്കെ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പം എനിക്ക് ഇറങ്ങി ചായയൊന്നും മേടിക്കാൻ പറ്റിയില്ല. 4:27 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 4:27 അബു റോഡ് രാജസ്ഥാനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അബു റോഡിൽ നിന്ന് വണ്ടി മുന്നോട്ട് പോവുകയാണ് കേട്ടോ. സ്റ്റേഷനൊക്കെ നല്ല ക്ലിയർ ആയിട്ടൊക്കെയാണ്, തിരക്കൊന്നും ഇല്ല. എളുപ്പം കാലത്തും വലിയ തിരക്കൊന്നും ഇല്ല, തണുപ്പൊക്കെ ഉണ്ടായിരിക്കും. ആരും വലിയ യാത്രക്കാരൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ അബു റോഡ് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഉണ്ട് പാലി മർവാർ, ഇത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ സ്റ്റേറ്റിലാണ് ഇനി വണ്ടി കൂടുതലും ഇനി അങ്ങോട്ട് ഓടുന്നത്. രാജസ്ഥാൻ സ്റ്റേറ്റിലൂടെയാണ്. നമ്മൾ ഹിസാറിൻ്റെ ആ ബോർഡർ വൈകുന്നേരം 5 മണിക്കാണ് വണ്ടി ടൈമിംഗ് പറഞ്ഞിരുന്നത്. അതിന് ഒരു 4-4:30 വരെ മിക്കവാറും രാജസ്ഥാനിൽ തന്നെ കിടന്ന് വണ്ടി ഓടും. അപ്പം ഇനിയുള്ള വീഡിയോകളെല്ലാം രാജസ്ഥാൻ വീഡിയോകളായിരിക്കും വരുന്നത്. പക്ഷേ വണ്ടി ശോകമാണ്, വണ്ടി സ്പീഡൊന്നും ഇല്ല. രാജസ്ഥാനിൽ കയറിയിട്ടും നമ്മുടെ വണ്ടിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് 4 മണിക്കൂർ 5 മണിക്കൂർ ലേറ്റായിട്ടാണ് ഇപ്പോൾ വണ്ടി. 4 മണിക്കൂർ കഴിഞ്ഞ് 5 മണിക്കൂറിൽ അടുത്തോട്ടിരിക്കുകയാണ്, ലേറ്റായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ രാജസ്ഥാനിലൂടെയുള്ള വീഡിയോസാണ്. ചില സ്ഥലങ്ങളിൽ പച്ചപ്പുണ്ട്, ചില സ്ഥലങ്ങളിൽ പച്ചപ്പില്ല, അങ്ങനെയുള്ള സ്ഥലമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ അബു റോഡിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷനിലെത്തിയപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് രാജസ്ഥാനിലെ ഏത് സ്റ്റേഷനാണെന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് ഈ സ്റ്റേഷൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്